എന്താ നിങ്ങളുടെ തിരക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ അഷിതയെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. കല്യാണത്തിന് ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരാതി പറയുന്നതിലോ പിണക്കം കാണിക്കുന്നതിലോ എന്തർത്ഥാണുള്ളത്? ചന്ദ്രമതി എന്താ ഒന്നും മിണ്ടാത്തെ? എന്ത് മിണ്ടാനാ, നിങ്ങൾ സംസാരിക്കല്ലേ. അല്ല, അഭിയും തുറക്കി അഞ്ജലിയൊന്നും വന്നില്ലല്ലോ, എന്തു പറ്റി? പിള്ളേർക്ക് ഓരോ തിരക്കുകളല്ലേ. പിന്നെ ഇത്തരം ചടങ്ങുകളോടൊന്നും പുതിയ തലമുറയ്ക്ക് യാതൊരു താല്പര്യവും ഇല്ലല്ലോ. അവരുടെ കാഴ്ചപ്പാടിന് ആരെ എപ്പോ വേണമെങ്കിലും പോയി കാണാമെന്നല്ലേ. ഒരു കണക്കിന് പറഞ്ഞാ അത് തന്നെയല്ലേ ശരി. മനുഷ്യര് ജീവിക്കേണ്ടത് അവരവരുടേതായ സന്തോഷത്തിന് വേണ്ടിയാ, അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാവരുത്. മോളെ, ഞങ്ങൾ കൊണ്ടുവന്ന ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. അല്ല, എന്താ ഇതൊക്കെ? ഞാനൊന്ന് നോക്കട്ടെ. ചെറുക്കന്റെ വീട്ടിൽ വിവാഹശേഷം ആദ്യമായിട്ട് വരുമ്പോഴേ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ, വെറും കൈയോടെ വരാൻ പാടില്ലല്ലോ. അതെ, അതുകൊണ്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയതാ. അപ്പൊ ചടങ്ങുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലേ. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ ചെറുക്കന്റെ വീട്ടിലെ അവരുടെ അന്തസ്സിനനുസരിച്ച സാധനങ്ങൾ വേണം കൊണ്ടുവരാൻ. എന്റെ മറുവീട് കാണലിന് AC, ഫ്രിഡ്ജും അടക്കം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. അതാണ് അന്തസ്സുള്ള കുടുംബക്കാര് ചെയ്യാറ്. നാളെ ഞങ്ങളുടെ പല്ലവിയുടെ കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. നിനക്ക് എന്താ ചന്ദ്രേ, അതൊന്നും ഇവിടെ ഇല്ലാത്തതല്ലോ. ഇവിടെ സാധനങ്ങൾ ഇല്ലാത്തോണ്ടല്ലോ ഞാനും നീരജയും കല്യാണം കഴിഞ്ഞപ്പോ ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ടുവന്നേ. ഒന്നും വാങ്ങിക്കൊണ്ട് വരണ്ടെന്ന് പൂർണിമ പറഞ്ഞോണ്ടാ ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങാതിരുന്നേ. അതെ, ഞാനാ ഇവരോട് അങ്ങനെ പറഞ്ഞത്. അത് പൂർണിമയുടെ മര്യാദ. പക്ഷെ ചടങ്ങുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം പെണ്ണിന്റെ വീട്ടുകാർക്കുണ്ട്. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ഇവിടെയൊന്നും ആവശ്യമില്ലെങ്കിലും നാളെ മറ്റുള്ളവരെ ചോദിക്കില്ലേ, അഷിതയുടെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നേന്ന്? അപ്പൊ എന്ത് മറുപടി പറയും? അതുകൊണ്ടാ ചേച്ചി പറഞ്ഞത്, അല്ലേ ചേച്ചി? അതിപ്പോ എന്തോ പറയാൻ, ഈ കല്യാണ ചെലവ് നോക്കിയ പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഫർണിച്ചറോ സാധനങ്ങളോ കൊണ്ടുവന്നില്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം.